Hi, and this is our second video. Welcome to Bright Minds Hub. And നമ്മൾ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പ്രത്യേക ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. അത് ഞാൻ പറഞ്ഞിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ടൈം ടേബിൾ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു ഗൈഡ് നിങ്ങൾ മേടിച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോലെ നമ്മളൊരു എക്സാമിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ മാക്സിമം വായിച്ച് നോക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങളൊരു ഗൈഡ് മേടിച്ചോളൂ, വീഡിയോ കണ്ടോളൂ. അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചോളൂ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അത് മാത്രമല്ല, നിങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേയായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്ത് ബെസ്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി റൂട്ടീൻ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഈ ഡെയിലി റൂട്ടീൻ എത്രമാത്രം പോസിബിളായി നിങ്ങൾക്ക് പാലിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടി സമയം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഒരു നോർമൽ ഡേ ആണെന്ന് വിചാരിക്കും, നമ്മൾ ഫ്രീ ആണ്, നമുക്കൊന്നും ചെയ്യാനല്ല, ഒരു ഫുൾ ഡേ നമുക്ക് ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്പെഷ്യൽ പ്ലാൻ ഉണ്ട്. അതല്ലാതെ നമ്മൾ പഠിക്കാനായിട്ട് പഠിക്കാനായിട്ട് മാത്രം ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കണം അവരുടെ ഡെയിലി റൂട്ടീൻ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നേരത്തെ ഒരു മോർണിംഗ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഒരു 4 മണി 4:30 എഴുന്നേക്കാം. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് മാക്സിമം ജോലികൾ ചെയ്ത് തീർക്കാം. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഒരു 6 മണിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് പഠിക്കാനിരിക്കാം, അല്ലേ? നല്ലൊരു സമയമാണ് 6 മണി എന്ന് പറയുന്നത്. 6 മണിക്ക് പഠിക്കാനിരുന്ന് നിങ്ങൾ ഒരു മാക്സിമം ഒരു 8 മണി 9 മണി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് മാക്സിമം ആ ഒരു ടൈമിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ലൈക്ക് ഹിസ്റ്ററിയിൽ വർഷങ്ങൾ ഓർത്തിരിക്കാൻ പാടുപെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ടൈമിൽ വർഷങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ജോഗ്രഫി പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങൾ ആ ഒരു ടൈമിൽ മാക്സിമം നോക്കിയിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അപ്പം നമുക്കൊരു 8 മണി കൂട്ടാം, അല്ലെങ്കിൽ അത്രയധികം ജോലികൾ ചെയ്യാനില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ 8 മണി മാറ്റി നമുക്ക് 9 മണിയാക്കാം. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് എന്താണ് വർക്ക് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടു ജോലികൾ ചെയ്യാനുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 6 മണി ടു 8 മണിയാണെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ കിട്ടും. 9 മണിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മണിക്കൂർ അവിടെ തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ഒരു ദിവസം ഒരു 3 മണിക്കൂർ നമുക്ക് അവിടെ തന്നെ കിട്ടി. അതും രാവിലെയുള്ള സമയമാണ്. അത്രയും നല്ല സമയം നമുക്ക് പിന്നെ കിട്ടില്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 9 മണി ടു നമുക്കൊരു 10:15 വരെ ഉള്ള സമയം നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാം, നമുക്ക് ഫുഡ് കഴിക്കാം, ഒന്ന് കുളിക്കാം, അങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം ഒരു 10:30 ആകുമ്പോൾ വീണ്ടും വന്നിരിക്കുക. ഓക്കെ, 10:30 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സമയം തൊട്ട് നമുക്ക് രാവിലെ ഉണ്ടായിരുന്ന അത്രയും ഒരു എനർജി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10:30 മുതൽ ഒരു 12:30 വരെയുള്ള സമയത്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനായിരിക്കണം എന്ന് ചോദിച്ചാൽ, തലേ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. ഓക്കെ, റിവൈസ് ചെയ്ത് ഒരു 12:30 മണിയാകുമ്പോൾ നമുക്ക് നിർത്താം. ഓക്കെ, നമുക്ക് ഉച്ചയ്ക്ക് നമുക്കറിയാം നമുക്ക് അത്രമാത്രം പഠിക്കാനുള്ള ഒരു എനർജിയാണ് ഉണ്ടാവുള്ളൂ. അത് അത്രമാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് 12:30 നമുക്ക് വീണ്ടും നമ്മുടേതായിട്ടുള്ള ജോലികൾ ചെയ്യുക, നമ്മുടേതായിട്ടുള്ള റെസ്റ്റ് കാര്യങ്ങളെല്ലാം എടുക്കാം. ഒരു അത്യാവശ്യം റെസ്റ്റ് എടുത്ത് ഒരു 2 മണി അല്ലെങ്കിൽ മാക്സിമം പോയാൽ 2:30 നമ്മൾ വീണ്ടും വരുന്നു പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ പഠിക്കാൻ 2:30 തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സമയത്ത് പുതുതായിട്ട് ഒന്നും പഠിക്കാൻ പോരുത്. നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണം. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ആ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് MCQs എല്ലാം ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയമാണ് അത്. കാരണം എന്താണ്, ഉച്ചയ്ക്ക് നമുക്ക് അത്ര എനർജി ഉണ്ടാവില്ല. ആ ഒരു ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് നോക്കാനായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചെയ്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും എനർജി ഇല്ലാത്തൊരു സമയമാണ് ഈ ഉച്ച സമയം എന്ന് പറയുന്നത്. നമ്മൾ ബെഡിൽ പോയിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ ഉറങ്ങിപ്പോയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് മോസ്റ്റ് എഫക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കണം. ലൈക്ക് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യണം, നമ്മളൊരു ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മളായിട്ട് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്ര ക്ഷീണം തോന്നില്ല. വെറുതെ ആ ഒരു സമയത്ത് നമുക്ക് ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പോൾ 2:30 to 4:30 വരെ പഠിച്ചിട്ട് പിന്നെയും നമ്മൾ നമ്മുടെ ഒരു ജോലികളിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പഠിക്കുന്നു, പിന്നെ ഒരു 2 മണിക്കൂർ വീണ്ടും നമ്മളിപ്പോഴും ഒരു 2 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു വൈകിട്ടായപ്പോഴത്തേക്കും നമ്മളൊരു 7 മണിക്കൂർ പഠനം നമ്മളവിടെ നടത്തി കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും നമുക്ക് 4:30 കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് റെസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് റെസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഠനം കണ്ടിന്യൂ ചെയ്യാം, നിങ്ങൾക്ക് അത്രയും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ. അതിനുശേഷം വീണ്ടും നമുക്കൊരു 6 മണിക്ക് ഇരുന്നാൽ 6 മണി ടു 7 മണി, 7 മണി ടു 8 മണി വീണ്ടും നമുക്കൊരു 2 മണിക്കൂർ അവിടെ കിട്ടുകയാണ്. സോ ടോട്ടൽ നമ്മൾ ഇപ്പം 9 അവേഴ്സ്, ഒരു ദിവസം നമ്മൾ 9 അവേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം 8 മണി ആയിട്ടേ ഉള്ളൂ ഇപ്പോഴും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചോറ് കഴിക്കാം, അതുപോലെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാം. പിന്നെ കിടക്കുന്നതിന് മുന്നേ ഒരു 10 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും നേരം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്തിട്ട്
നമുക്ക് എത്രമാത്രം ഓർക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മളത് റിവൈസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം തന്നെ പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക. തന്നെ നമ്മൾ എന്താണെന്ന് ആലോചിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബുക്ക് തുറക്കുക, നോക്കുക എന്താണ് എനിക്ക് പറ്റിയതെന്ന് നോക്കുക. അതിനുശേഷം വീണ്ടും ശ്രമിക്കുക. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറയുന്നത്. ആക്റ്റീവ് റീകോളിങ്ങിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിൽ അത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് റീകോളിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി. അല്ലാതെ വെറുതെ ഒരു ദിവസം നമ്മൾ പഠിക്കുന്നു, പിറ്റേ ദിവസം വീണ്ടും നമ്മൾ ആ ബുക്ക് എടുത്ത് ഇന്നലെ വായിച്ച അത്രയും അതുപോലെ തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കാര്യമില്ല അതിനകത്ത്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുകയാണ്, നാളെ രാവിലെ നമ്മൾ ചെയ്യേണ്ടത് ആക്റ്റീവ് റീകോളിംഗ് ആണ്. അതായത് നമ്മൾ നോക്കാതെ പറഞ്ഞു നോക്കുക. തന്നെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ബ്രെയിനിൽ എന്താണ് പയ്യെ മറന്നു തുടങ്ങി ആ ഒരു കാര്യം നമ്മൾ ഓർത്തെടുക്കണം. അതാണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്. അപ്പം അത്രയും നമ്മൾ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 10 hours, അതും ഇടയ്ക്ക് നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഒരു PSC എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രാക്ടിക്കൽ ആവില്ല. നമുക്ക് ഒരു പരിധി വരെ ജോലികൾ നമുക്ക് ഈ ഒരു പ്ലാൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയം റെസ്റ്റ് എടുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ അവർക്ക് പ്രാവർത്തികമാവില്ല. പക്ഷേ നമ്മൾ ജോലി ചെയ്ത് അതിനിടയ്ക്ക് കിട്ടുന്ന സമയം ഇതുപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഓക്കെ ആയിരിക്കും. അല്ലാതെ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്റ്റുഡൻസിനും ഇത് കംപ്ലീറ്റ്ലി ഫൈനാണ്. അതുപോലെ കുട്ടികളൊക്കെ ഉള്ള ചേച്ചിമാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അവർ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഹാഫായിട്ട് കുറയ്ക്കാം. ചിലപ്പോൾ അവർക്ക് 9 മണിക്കൂറും 10 മണിക്കൂറൊന്നും പഠിക്കാൻ പറ്റിയെന്നിരിക്കില്ല. മാക്സിമം 4.5 മണിക്കൂർ 5 മണിക്കൂർ. അപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് നേരത്തെ രാവിലെ എണീക്കുക പറ്റുവാണെന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ച്, കാരണം അതാണല്ലോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സമയം. ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ ഒരു 2 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു 5 മണിക്കൂറിൻ്റെ എഫക്റ്റ് ഉണ്ട് അതിന്. അതുകൊണ്ട് മാക്സിമം ആ ഒരു ടൈമിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ശ്രമിച്ച് നോക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മാക്സിമം ഈ ഒരു രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഒരു കാര്യം, നമ്മളത് 1-2 ദിവസം ചെയ്ത് നിർത്തരുത്. അതാണ് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ദിവസങ്ങളിലും പല ഫംഗ്ഷൻസ് വരാം, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ഒരു ദിവസം വിട്ടുപോകാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി പോകുന്നത്. അത് മാക്സിമം പോകാണ്ട് ഒരു ദിവസമൊക്കെ വിട്ടാലും പിറ്റേ ദിവസം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമാണ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാൻ നന്നായിട്ട് എഫക്റ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ യൂസ് ചെയ്ത് നമുക്ക് നേടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇത് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കാണാം. ടാറ്റാ.